ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് ബാലചന്ദ്രൻ. ബെഡ്റൂം എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് ഒരു വാതിൽ തുറക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുകയാണ്, ഒരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കാം. അത് ശാരദാമ്മയും ശാരികയും കിടക്കുന്ന മുറിയായിരുന്നു. പിന്നീട് അലമാരിയൊക്കെ തുറക്കാൻ ശ്രമിക്കുകയാണ് ബാലചന്ദ്രൻ. ചെടാ താക്കോലെന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കുന്നു. അതിനുശേഷം ബാലചന്ദ്രന് ശാരദാമ്മയുടെ തലേണയുടെ അടിയിൽ നിന്നും താക്കോൽ കിട്ടുകയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, വിവരമില്ലാത്ത എല്ലാ വീട്ടമ്മമാരെ പോലെ നിങ്ങളും തലേണയുടെ അടിയിൽ തന്നെ താക്കോല് വച്ചു. കള്ളന്മാർക്ക് എളുപ്പമാണ്, വേറെങ്ങും തപ്പണ്ടല്ലോ. നിങ്ങൾ മണ്ടിയല്ല ശാരദാമ്മേ, നിങ്ങൾ മരമണ്ടിയാണ്. അതിനുശേഷം അലമാരി തുറന്ന് മൊബൈൽ ടോർച്ചടിച്ച് അവിടൊക്കെ പരിശോധിക്കുകയാണ് പൈസ. അലമാരിയിൽ നിന്നും പൈസ അടങ്ങുന്ന ബാഗ് ബാലചന്ദ്രന് കിട്ടുകയാണ്. ബാലചന്ദ്രൻ അത് പോക്കറ്റിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, ശാരദാമ്മേ, എന്താ നിങ്ങൾ അളിയനോട് പറഞ്ഞത്? 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയതിൽ പിന്നെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന്. അന്ന് നിങ്ങളുടെ മനസമാധാനം കളഞ്ഞത് ഞാനാണ്. ഇനിയും സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ മനസമാധാനം ഈ ബാഗിൽ ഞാനങ്ങ് കൊണ്ടുപോവുകയാണ്. ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിറങ്ങുകയാണ് ബാലചന്ദ്രൻ. പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ് ബാലചന്ദ്രൻ. പിറ്റേന്ന് കാണിക്കുന്നത് രാവിലെ വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയാണ്. ശാരിക വന്ന് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യണ്ടേ നമുക്ക്? എനിക്കറിയില്ല മോളെ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്റെ ദേഹം മൊത്തം തളർന്നിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് വന്ന ശ്യാമ പറയുകയാണ്, ഞാൻ ഇനി തിരയാൻ ഒരിടവും ബാക്കിയില്ല. കള്ളൻ കൊണ്ടുപോയതാണെന്ന് ഉറപ്പായിരിക്കുമ്പോൾ ഇനി എന്തിനാ തിരയുന്നത്? രാത്രി മുൻവാതിൽ പൂട്ടിയത് ഞാനാണ്. അത് രാവിലെ തുറന്നു കിടക്കുകയായിരുന്നു. മാത്രവുമല്ല, അമ്മയുടെ തലേണ കീഴിൽ നിന്നും താക്കോല് തനിയെ ചെന്ന് ബെഡ്റൂമിലെ പൂട്ടിയ അലമാര തുറക്കില്ലല്ലോ. ഇതിപ്പോ അമ്മയും ചേച്ചിയും കൂടി കുംഭകർണനെ പോലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയപ്പോ ഏതോ നല്ല കള്ളൻ വന്ന് പണി പറ്റിച്ചു, അത്ര തന്നെ. ചെവി പൊത്തി ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? തലയ്ക്കകത്ത് സ്വൈര്യം കിടന്നു. ശ്യാമ പറയുകയാണ്, ശരി മിണ്ടുന്നില്ല. ഒറ്റ ചോദ്യം, പണം കാണാനില്ല എന്നറിഞ്ഞ ഉടനെ ഈ ശാലിനി ചേച്ചി എങ്ങോട്ടാണ് പോയത്? അതെന്താ ആരും അന്വേഷിക്കാത്തത്? ശാരിക പറയുകയാണ്, അവൾ ചിലപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോയതായിരിക്കും. വീണ്ടും ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, നിങ്ങളോടല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ? എന്റെ ദൈവമേ, ശ്രീരഞ്ജിനിയോട് ഞാൻ ഇനി എന്തു പറയും? അവളെയും കൂടി നാണം കെടുത്തിയത് പോലെ ആയല്ലോ. എനിക്കിനി ചത്താ മതി എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് തലയിലേക്ക് കൈവച്ച് അടിക്കുകയാണ് ശാരദാമ്മ. അതേസമയം ശ്രീരഞ്ജിനി ബാലചന്ദ്രനെയും ഗോപാലകൃഷ്ണനെയും രാജേശ്വരിയെയും കൂട്ടി കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തുകയാണ്. വരൂ എന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ ബാലചന്ദ്രൻ രാജേശ്വരിയോട് ചോദിക്കുകയാണ്, അകത്തോട്ട് കയറണമോ ചേച്ചി? വേണ്ടടാ, അവളി വാരാന്തയിൽ നിന്ന് വേണം കരയാൻ. അതവളി ഹോട്ടലിൽ ചായ നക്കാൻ വരുന്ന നാട്ടുകാരെ കാണിക്കുകയും ചെയ്യണം. ശ്രീരഞ്ജിനിയോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മാഡം ഒരു നിമിഷം. മാഡം വിളിച്ചതിനനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ വീടിനകത്തേക്ക് കയറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ പേരിലാണ് ഈ വീടും ഭൂമിയും. പക്ഷെ ഇവിടെ ഞാനുമായി ബന്ധമില്ലാത്ത കുറെ ആൾക്കാർ വാടക പോലും തരാതെ അട്ടിപ്പേറ് കിടക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയാണ് കാര്യം. ശ്രീരഞ്ജിനി പറയുകയാണ്, ശരി ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശ്രീരഞ്ജിനി. പുറത്തുനിന്ന് തന്നെ ശ്രീരഞ്ജിനി വിളിക്കുകയാണ്, ശാരദാമ്മേ, ആരുമില്ലേ ഇവിടെ? ശ്രീരഞ്ജിനിയുടെ വിളി കേട്ട് ആകെ തളരുകയാണ് ശാരദാമ്മ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, പെട്ടെന്ന് വരാൻ പറയുക. 10 ലക്ഷം കിട്ടി ഇടപാട് തീർത്ത് ഞങ്ങൾക്ക് പോകാനുള്ളതാണ്. അത് കേട്ട് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്, ഗോപാലകൃഷ്ണ, സ്മാർട്ട് ആകാം, ഓവർ സ്മാർട്ട് ആകരുത്, കേട്ടല്ലോ. ബാലചന്ദ്രൻ രാജേശ്വരിയോട് പറയുകയാണ്, ആരാണ് കൂടുതൽ സ്മാർട്ട് എന്ന് അവർക്കിപ്പോൾ ബോധ്യമാകും. ഒരു IPS കാരി വന്നിരിക്കുന്നു. വീണ്ടും ശ്രീരഞ്ജിനി ശാരദാമ്മ എന്ന് വിളിക്കുമ്പോൾ പുറത്തേക്ക് വരികയാണ് ശാരദാമ്മയും ശ്യാമയും ശാരികയും. ഗോപാലകൃഷ്ണനും രാജേശ്വരിയും വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇടപാട് തീർത്ത് പറഞ്ഞു വിടണം. അന്നേരം അവിടേക്ക് ശാന്തയും രാജിയും ശങ്കരേട്ടനും ഒക്കെ വരികയാണ്. ആകെ പരിശ്രമിച്ച് ശാരദാമ്മ പറയുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കാര്യം പറയൂ, പ്രയാസമൊന്നുമില്ല. പക്ഷെ എനിക്കെന്റെ പണം കിട്ടിയാൽ മതി, പോണം ഞങ്ങൾക്ക്. ധൈര്യം സംഭരിച്ച് ശാരദാമ്മ പറയുകയാണ്, അത് ഇന്ന് രാവിലെ പണം തരാമെന്ന് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ മോഷണം നടന്നു. ആ പണം കള്ളൻ കൊണ്ടുപോയി. അത് കേട്ട് ബാലചന്ദ്രനും രാജേശ്വരിയും ചിരിക്കുകയാണ്. ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, വാട്ട്, മോഷണമോ? എന്താ ശാരദാമ്മേ നിങ്ങൾ ഈ പറയുന്നത്? കൈയടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി രാജേശ്വരി പറയുകയാണ്, ബലേഫേഷ്, സൂപ്പർ നാടകം. ഇവരിങ്ങനെ തന്നെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതെ, കുടുംബശ്രീ ശാരദയുടെ ഫാനല്ലേ ശ്രീരഞ്ജിനി മാഡം?
കുറുക്കന്റെ മുഖം മൂടി ഇപ്പോൾ അഴിഞ്ഞു വീണത് കണ്ടല്ലോ. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ശാരദാമ്മ പറയുകയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. രാജേശ്വരി പറയുകയാണ്, അല്ല, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കള്ളമാണ്. നിങ്ങളെപ്പോലൊരു ഭൂലോക കള്ളിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അടിമുടി കള്ളം മാത്രം. ഇത് കേട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്, രാജേശ്വരി, മൈൻഡ് യുവർ വേർഡ്സ്. എന്തോന്ന് മൈൻഡ് യുവർ വേർഡ്സ്? അല്ല, എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇവര് റോഡിൽ കൂടി നടന്നാൽ കള്ളൻ കാശ് പിടിച്ചു പറിച്ചു കൊണ്ടുപോകും. ഇവരുടെ അലമാരയിൽ നിന്ന് മാത്രം മായാവിയായി വരുന്ന കള്ളൻ പണം എടുത്തുകൊണ്ട് പോകും. ഇവർക്ക് ചുറ്റും ഇതിനു മാത്രം കള്ളന്മാർ എവിടെന്നാ? ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരെന്താ? ചാത്തൻ സേവയോ അതോ ഒടിയൻ സേവയോ? ബാലചന്ദ്രൻ ശ്രീരഞ്ജിനിയോട് പറയുകയാണ്, അതെ, മേഡത്തിന് ഇപ്പോഴും കഥ മുഴുവനായിട്ടങ്ങ് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ കൊടുത്ത 10 ലക്ഷം രൂപ ഇവർ 2 കൈ നീട്ടി വാങ്ങിയതാണ്. വീടും ഭൂമിയും ഒഴിയാനുള്ള തുകയായിരുന്നു അത്. ആ തുക മടിക്കുത്തിൽ വെക്കാനുള്ള തന്ത്രമായിരുന്നു അന്ന് പറഞ്ഞ ബൈക്കിലുണ്ടായ പിടിച്ചുപറിക്കാരന്റെ കഥ. പിന്നീട് നടത്തിയ ഒന്നാന്തരം ഒരു പെറോട്ട് നാടകമായിരുന്നു ഇവിടെ നടത്തിയ ഫുഡ് ഫെസ്റ്റിവൽ. അയ്യോ, ഹോട്ടൽ പൊളിഞ്ഞു വീണെ, ജോലിക്കാരിക്ക് വിട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവര് നിങ്ങളെ കൊണ്ട് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിച്ചില്ലേ? അതിന് കാശ് എത്രയാ പിരിഞ്ഞു വന്നതെന്ന് വല്ല ഊഹവുമുണ്ടോ മാഡത്തിന്? അതിന്റെ കണക്കെവിടെ? അന്വേഷിച്ചോ മാഡം അതൊക്കെ? രാജേശ്വരി പറയുകയാണ്, അതെ, ശ്രീരഞ്ജിനി മാഡത്തിന് മുൻപിൽ വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് ഇവർക്കിപ്പോൾ ഞങ്ങളുടെ 10 ലക്ഷം രൂപ തിരിച്ചു തരാതിരിക്കാൻ നിർവാഹം ഇല്ലെന്നായി. സത്യഭാമയുടെ സഹതാപം പിടിച്ചുപറ്റി പാചക മത്സരത്തിന് 11 ലക്ഷം രൂപ സമ്മാനമായി കിട്ടിയ കഥ നാട്ടിൽ മുഴുവൻ പാട്ടാവുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പണം തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ പറ്റും? വീട്ടിലൊരു കള്ളൻ കയറണം, അത്രയേ ഉള്ളൂ. ശാരദാമ്മ പറയുകയാണ്, രാജേശ്വരി, നീ ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയരുത്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നത് നിങ്ങളാണ് ശാരദേ. ഇപ്പോൾ മൊത്തം 21 ലക്ഷം രൂപയാണ് കള്ളന്മാരുടെ കഥ പറഞ്ഞ് നിങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അതിൽ 10 ലക്ഷവും ഇപ്പോൾ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയും എന്റെയും എന്റെ ഭർത്താവിന്റെയുമാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തിനാ വെറുതെ ഒരു കണക്കെടുപ്പൊക്കെ? മാഡമല്ലേ ഇതിന്റെ മധ്യസ്ഥ, മാഡം തന്നെ ഒരു ഒത്തുതീർപ്പ് പറഞ്ഞാൽ മതി. ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, ശാരദാമ്മ പറയുന്ന മോഷണം സത്യമാണെങ്കിലോ? അത് കേട്ട് രാജേശ്വരി പറയുകയാണ്, എങ്കിൽ പക്ഷേ അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഇത്രയും ക്ഷമിച്ചു കഴിഞ്ഞു ഞങ്ങൾ. ഇനി വേണ്ടത് ന്യായമായൊരു തീർപ്പാണ്. അവരോട് പണം എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മതി. ശാരദാമ്മ പറയുകയാണ്, എനിക്കിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു തീയതി എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശരി, എങ്കിൽ ആ 10 ലക്ഷത്തിന്റെ കാര്യം ഞങ്ങൾ അങ്ങ് വിട്ടേക്കാം. പകരം ഞങ്ങൾ പ്രമാണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊപ്പിട്ട് ശാരദ ഈ വീടും സ്ഥലവും ഒഴിഞ്ഞു തന്നാൽ പ്രശ്നം തീർന്നു. അത് കേട്ട് ആകെ അന്തം വിടുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും. എന്താ, നടക്കുമോ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അളിയ എടുക്കെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ബാഗിൽ നിന്നും പ്രമാണം എടുക്കുകയാണ്. ഒന്നാലോചിച്ചുറപ്പിച്ച് ശാരദാമ്മ പറയുകയാണ്, ഒപ്പിട്ട് തരാൻ ഞാൻ തയ്യാറാണ്. ശ്രീരഞ്ജിനി പറയുകയാണ്, പക്ഷെ ശാരദാമ്മേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവർ കേസിന് പോട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാവകാശം കിട്ടും. ശ്രീരഞ്ജിനിയോട് ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. ഒപ്പിട്ട് തരാമെന്ന് അവർ സമ്മതിക്കുമ്പോൾ മാഡത്തിന് എന്താ കുഴപ്പം? നിങ്ങൾ തർക്കം തീർപ്പാക്കാനല്ലേ വന്നത്? ഇത് നല്ല ഇടപാടാണല്ലോ. സങ്കടത്തോടെ ശാരദാമ്മ പറയുകയാണ്, രാജേശ്വരി പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഞാനിതിൽ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ തർക്കം ഇങ്ങനെ തീരാതെ കിടക്കുകയേ ഉള്ളൂ. എന്നും എന്റെ തലയ്ക്ക് മീതെ തൂങ്ങുന്നൊരു വാളാണിത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഉടനെ എനിക്ക് ഇത്രയും പണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. ശാരികയുടെ കല്യാണവും ഇങ്ങടുത്തു. അതിനുള്ള പണം വേറെ ഉണ്ടാക്കണം. അത് കേട്ട് അമ്മയെന്ന് ശാരിക വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, പോട്ടെ മോളെ, ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നും ഇല്ല. എല്ലാം എപ്പോഴും മറ്റാർക്കോ വിട്ടുകൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് രാജേശ്വരി. പിന്നെ നമ്മുടെ ഈ അധ്വാനം അതങ്ങ് മറന്നു കളയാം നമുക്കല്ലെങ്കിൽ. ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമല്ലോ, അത് മതി. ദൈവസഹായം കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഇതുവരെ ഒരു തകരാറും ഇല്ല. എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ നമുക്ക്, അത്ര തന്നെ. ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, ഇവിടെ നിറങ്ങിയാൽ നിങ്ങൾ എങ്ങോട്ട് പോകും ശാരദാമ്മേ? വാടകയ്ക്കൊരു വീടെടുക്കും മോളെ, അങ്ങനെയും ജീവിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. അത് മതി. ചിലപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല എന്നേ ഉള്ളൂ. ഒതുങ്ങി ജീവിക്കാൻ പഠിക്കട്ടെ, പെൺപിള്ളേരല്ലേ. പിന്നെ രാജിയെയും ശാന്തയും ഒക്കെ നോക്കി പറയുകയാണ്, പിന്നെ ഇവരുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. ഞാൻ മക്കളെ പോലെ കരുതുന്നവരാണ്. പാതി വഴിക്ക് വിട്ടിട്ട് പോകാനായിരിക്കും വിധി, അല്ലാതെ എന്തു പറയാനാണ്. അന്നേരം ശങ്കരേട്ടൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു തീരുമാനം വേണമോ ശാരദാമ്മേ? ഒരു നാടിന്റെ അടുക്കളയാണ് കുടുംബശ്രീ ഹോട്ടൽ. പോക്കറ്റിൽ പണമില്ലെങ്കിലും ധൈര്യമായി കയറി ചെല്ലാവുന്ന ഏക സ്ഥലം.
ഈ നാട്ടിൽ ഒരു കുഞ്ഞു പോലും വിശന്നുറങ്ങാത്തത് കുടുംബശ്രീ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ശാരദാമ്മ ശാലിനിയോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ്, ശാലിനിയോട് ആലോചിച്ചാൽ അവൾ എന്തെങ്കിലും തടസ്സങ്ങളെ പറയൂ. അവൾ എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ എന്റെ മനസ്സ് മടിക്കും. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ശരിയായ തീരുമാനം. എന്റെ ശാലിനി ഒരു കരപറ്റിയാൽ എന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതിയാകും. അതേ ഉള്ളൂ ഇനി ആകെയുള്ള ഏക പ്രതീക്ഷ. കുടുംബശ്രീ വിട്ടു പോകുന്നതിന് നിങ്ങളൊക്കെ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു തൊഴുകയാണ് ശാരദാമ്മ. ഇതുവരെയുള്ള എന്റെ ജീവിതവും ജീവനും ഒക്കെ ഇവിടെയായിരുന്നു. വൃത്തികേട് കൊണ്ടാണ്. ഈ സംസാരമൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ രാജേശ്വരി പറയുകയാണ്, മതി കഥാപ്രസംഗം, ഒപ്പിട് ശാരദെ, ഞങ്ങൾക്ക് ഇവിടുന്ന് പോണം. ഇങ്ങെടുത്തേ എന്നും പറഞ്ഞ് പ്രമാണം ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് രാജേശ്വരി. ആ പേന എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പേന കൊടുക്കുമ്പോൾ അതും വാങ്ങി ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ് രാജേശ്വരി. പ്രമാണം വാങ്ങി ശാരദാമ്മ കണ്ണീരോടെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒപ്പിട് ശാരദേ. രണ്ടും കൽപ്പിച്ച് ശാരദാമ്മ ഒപ്പിടാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് എത്തുകയാണ് ശാലിനി. 1 മിനിറ്റ് എന്ന് പറയുകയാണ് ശാലിനി. വണ്ടിയിൽ നിന്നും ഇറങ്ങി ശാലിനി ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്? ശ്യാമ പറയുകയാണ്, അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് വീടും സ്ഥലവും ഒക്കെ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് അമ്മ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ശാലിനി പറയുകയാണ്, ഒരു ഒപ്പിടലും ഇല്ല. ആര് പറഞ്ഞു പണം തിരിച്ചു തരില്ല എന്ന്? അമ്മ അതിങ്ങോട്ട് തന്നേന്നും പറഞ്ഞ് പ്രമാണം എടുക്കുകയാണ് ശാലിനി. അതിനുശേഷം ദേഷ്യത്തോടു കൂടി രാജേശ്വരിയുടെ അടുത്ത് ചെന്നിട്ട് ദാ പിടിക്ക് എന്ന് പറയുകയാണ് ശാലിനി. മുദ്രപത്രങ്ങൾ വാങ്ങിയ ശേഷം രാജേശ്വരി പറയുകയാണ്, ഇതൊക്കെ വാങ്ങാം, പക്ഷേ പണം നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മടക്കി തന്നാൽ പോരാ. ഇവിടെ ഇപ്പൊ വെക്കണം 10 ലക്ഷം. എന്താ പറ്റുമോ? ഇത് കേട്ട് ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും. അന്നേരം ബാഗിൽ നിന്നും ക്യാഷ് എടുത്ത് ശാലിനി രാജേശ്വരിയുടെ നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ഇവിടെ ഇപ്പോൾ. രൂപ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് രാജേശ്വരി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.